ഹായ് ഓൾ, നമ്മൾ ഇന്ന് HSSTയുടെ ഭാഗമായിട്ടുള്ള ലീനിയർ ആൾജിബ്രയിൽ സിലബസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള പോർഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കുകൾ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള MCQ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ എക്സാമുകളായിട്ട് പറ്റുമെങ്കിൽ ഒരു വീക്കിലൊക്കെ ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം ഉൾപ്പെടുന്ന ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ലീനിയർ ആൾജിബ്രയിൽ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അത്തരം സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ നമുക്ക് തരും. ഇപ്പോൾ 2x = 12. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? എക്സിൻ്റെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 2x 12 ആവുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഈ സംഭവം നമ്മൾ സോൾവ് ചെയ്തിട്ട് x = എന്ത് ചെയ്യും? 6 എന്ന് കൊടുക്കും. അപ്പോൾ ഒരു വേരിയബിൾ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? 2 വേരിയബിൾ ഇൻവോൾവ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് തരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x - y = 3 അതുപോലെ തന്നെ x + y = 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻസ് തരികയാണെങ്കിൽ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ 2 ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1, 2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ 2 ഇക്വേഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അത് കണ്ടുപിടിക്കാന്നുള്ള ഈ ഒരേ സമയം അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സിന് ഞാനിപ്പോൾ 3ഉം വൈക്ക് 0ഉം കൊടുത്താൽ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. പക്ഷെ അത് ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് ഈ ഒരു ഇക്വേഷന്റെ മാത്രം സൊല്യൂഷനാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന അതേ വാല്യൂ എല്ലാ ഇക്വേഷനും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് x = 3 ഇവിടെ കൊടുത്താലും y = 0 കൊടുത്താലും രണ്ടാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്താ വരിക? 3, ആൻസർ 4 ആണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ അല്ല. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരം കേസസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി 2 വേരിയബിൾ 2 ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കും. ഇവിടെ ഇപ്പോൾ സപ്പോസ് 2x + y ആണെങ്കിൽ അത്തരം കോയിഫിഷ്യൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ 2x - y = 3, 4y - 2x = 4x = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റോ അല്ലെങ്കിൽ വൈയുടെ കോയിഫിഷ്യൻറ്റോ 2 ഇക്വേഷനിലും സെയിം ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ഏത് വേരിയബിളിനെ ആണോ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ഇക്വേഷനിൽ എന്ത് ചെയ്യാം? സെയിം ആക്കാം. ആ പ്രോസസ്സ് വഴി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ആ ഇക്വേഷൻ അങ്ങനെ കോയിഫിഷ്യൻറ്റ് സെയിം ആയ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഒറ്റ വേരിയബിൾ മാത്രമുള്ള ഇക്വേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷം നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ പ്രോസസ്സ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സാധനം 3 വേരിയബിളും 3 അൺനോണും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x + y + z = 1, 2y + z = 3, x - z = 4 ഇങ്ങനൊരു സിസ്റ്റം തന്നാൽ, അതായത് 3 വേരിയബിളും 3 ഇക്വേഷനും അത് നമുക്ക് തരികയാണെങ്കിൽ ആ കേസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വഴി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഒക്കെ സെയിം ആക്കി അത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ അധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ വേറൊരു മെത്തേഡുകൾ +2 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? മെട്രിക്സിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതുകയാണ്. 3 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺ ഉള്ള ഒരു 3 ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യും, ഒരു മാട്രിക്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് മാട്രിക്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന തന്നിട്ടുള്ള ഇക്വേഷനിൽ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക, എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ആദ്യം എഴുതുക, അതുപോലെ തന്നെ ഓരോ വേരിയബിളിന്റെ കോയിഫിഷ്യന്റും എന്ത് ചെയ്യുക, റോ വൈസ് എഴുതി വെക്കുക. അപ്പോൾ എക്സ് 1 അതുപോലെ -1, സെഡിന്റെ കോയിഫിഷ്യന്റ് എന്തായിരുന്നു -1 ആണ്, അത് അങ്ങനെ എഴുതി വെക്കുക. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കോയിഫിഷ്യൻസ് 0, 4, -3 സെക്കൻഡ് റോ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ ലാസ്റ്റ് റോ ആയിട്ട് 2, -1, 1 ഇൻറ്റു എന്ത് ചെയ്യും, എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 3, 0, -3 അല്ല, ഈ ഒരു ഇക്വേഷൻ സിസ്റ്റം. അപ്പം നമ്മളൊരു സിസ്റ്റത്തിന് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മെട്രിക്സ് ഫോം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചെത്താൻ പറ്റണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മെട്രിക്സിനെ നമ്മൾ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഫസ്റ്റ് റോയിൻ്റെ ഇത് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന രീതി. ഇതൊക്കെ നമ്മൾ ഒരു +1 +2 ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതുകൊണ്ട് അധികം ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് AX is equal to B ഫോമിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ A എന്ന് പറയുന്ന മാട്രിക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന വാല്യൂസ് കംപ്ലീറ്റ് എന്താ, വേരിയബിൾസിന്റെ കോയിഫിഷ്യൻസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാട്രിക്സിനെ ഞാൻ വിളിക്കും, ഈ A എന്ന് പറയുന്ന മാട്രിക്സിനെ ഞാൻ വിളിക്കുന്നതാണത് കോയിഫിഷ്യൻ മാട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, ആ കോയിഫിഷ്യൻ മാട്രിക്സ് ഇൻറ്റു സം കോളം മാട്രിക്സ്, ആ കോളം മാട്രിക്സ് ഓഫ് അൺനോൺസ് ആണ്. ഇതിന്റെ വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ എന്താണ്, അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം, ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കാം. അങ്ങനെ പല വെറൈറ്റി കേസസും നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ജനറലായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ AX is equal to ഈ പറഞ്ഞിരിക്കുന്ന B എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ കോൺസ്റ്റൻസിനെ മാത്രം കളക്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കോളം മാട്രിക്സ് ആണ് B എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് AX equal to B ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ ഈ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ വീണ്ടും പല രീതിയിലുള്ള മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ AX equal to B ഫോമിൽ ഒരു സിസ്റ്റം തരുന്നു. A എന്ന് പറയുന്നത് ഒരു 3x3 മാട്രിക്സ് അല്ലെങ്കിൽ ഒരു n/n മാട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഒരു n/n മാട്രിക്സ് ആണെങ്കിൽ സച്ച് ദാറ്റ് ആ n/n മാട്രിക്സിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, A ഇൻവേഴ്സ് ബിക്ക് തുല്യമാണ്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് കേസിൽ മാത്രമാണ് ഡിറ്റർമിനന്റ് എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ആ സ്ക്വയർ മാട്രിക്സ് ആവണമെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ കേസിൽ എന്തായിരിക്കണം, ഇപ്പോൾ 3 അൺനോൺസ് ആണ് തരുന്നതെങ്കിൽ 3 ഇക്വേഷൻസ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതുപോലെ 4 അൺനോൺസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ 4 ഇക്വേഷൻസ് നമുക്ക് തരികയാണെങ്കിൽ ആ കേസിൽ അതെന്തായിരിക്കും, ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. ഇൻ ജനറൽ n/n മാട്രിക്സ് എന്ന രീതിയിലേക്ക് വരും. ഇനി എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ഈ രീതിയിലുള്ള സ്ക്വയർ മാട്രിക്സസ് മാത്രമേ വരൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x - y + 2z = 5 ഇതൊരു ഇക്വേഷനാണ്. അതുപോലെ തന്നെ 4y - z = 6. ഈ സിസ്റ്റം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഇത് നമുക്ക് കിട്ടുക ഒരു 2/3 മാട്രിക്സ് അല്ലേ. കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് റോ ഉണ്ടാവും, അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് റോ ഉണ്ടാവും. എത്ര ഇക്വേഷൻ ഉണ്ടോ അത്രയും റോസ് ഉണ്ടാവും, എത്ര അൺനോൺസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ കോളത്തിന്റെ എണ്ണവും മാറി. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ മെത്തേഡുകൾ A ഇൻവേഴ്സ് B അല്ലെങ്കിൽ നിങ്ങൾ +1 ക്ലാസ്സിൽ ഇതേ കേസിൽ, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന സ്ക്വയർ മാട്രിക്സ് കോഎഫിഷ്യന്റ് മാട്രിക്സ് ആയിട്ട് വരുന്ന കേസിൽ ഡിറ്റർമിനന്റ് മെത്തേഡുകളും പഠിച്ചിട്ടുണ്ടാവും. Δ1/Δ, Δ2/Δ അങ്ങനെ പറയുന്ന മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെയെല്ലാം നമുക്കൊരു കണ്ടീഷൻ എപ്പോഴും ഉണ്ട്, മെട്രിക്സ് എന്തായിരിക്കണം, ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ തൽക്കാലം നമ്മൾ ഒരു ജനറൽ കേസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്തിനാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാൻ എന്തുകൊണ്ട് മാട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് വരാം. ഡെഫിനിഷൻ ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ PDF-ഉം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കുറേ അധികം വേണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ആ ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ വീഡിയോസ് അപ്പം കിട്ടാൻ വേണ്ടി, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം കിട്ടാൻ വേണ്ടി ആ വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് എല്ലാവരും ജോയിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു Ax = B ഫോമിലേക്ക്, അതായത് ഒരു m ഇക്വേഷൻസ് അതുപോലെ തന്നെ n അൺനോൺ ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, Ax = B ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മാട്രിക്സ് എന്തായിരിക്കും, m/n സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. x എന്ന് പറയുന്നത് ഒരു n/1 മാട്രിക്സ് ആയിരിക്കും. കാരണം എക്സിലുള്ള എത്ര അൺനോൺസ് ഉണ്ട് അതാണ് ഒരു കോളം മാട്രിക്സ് ആയിട്ട് എഴുതുക. അപ്പം അത്ര അൺനോൺ ഉണ്ടോ അത്രയും റോ ഉണ്ടാവും അല്ല, ഈക്വൽ ടു സം ബി. അതായത് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എത്ര ഇക്വേഷൻ ഉണ്ടോ ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോൺസ്റ്റൻസ് അല്ലേ നമ്മൾ കളക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, m ഇക്വേഷൻ ഉണ്ടെങ്കിൽ m റോസ് ഉണ്ടാവും m/1. അപ്പോൾ Ax = B ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് അതിന്റെ ഓർഡറും കൂടി മൈൻഡിലേക്ക് എടുത്തു വെക്കുക. കാരണം ഓർഡറിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ രണ്ട് സിസ്റ്റം കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ Ax = B ഫോമിൽ എഴുതുന്ന സമയത്ത് ചില ഇക്വേഷൻസ് ഇപ്പോൾ x - 2y + 3z = 0, 4x - 2z = 0, ഇങ്ങനെ കോൺസ്റ്റൻസ് 0 ആയിട്ട് വരിക. അതായത് Ax തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് Ax = B ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ബിയുടെ വാല്യൂ 0 ആവുന്ന ഇക്വേഷനെയാണ് ഞാൻ എന്ത് വിളിക്കുക, ഹോമോജീനിയസ് ഇക്വേഷൻ. B ≠ 0 ആവുന്ന കേസിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ വിളിക്കുക നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റം, നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ആ പറഞ്ഞിരിക്കുന്ന സ്കേലാർസ് എന്തായിരിക്കും, സ്കേലാർസ് എല്ലാം നോൺ സീറോ, ഏതെങ്കിലും ഒന്നെങ്കിലും നോൺ സീറോ ആയിരിക്കും. Ax = Bയിൽ B ≠ 0 ആണെങ്കിലാണ് നമ്മൾ അതിന് എന്ത് വിളിക്കുക, നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കുക, ഹോമോജീനിയസ്. ഓക്കെ, നോൺ ഹോമോജീനിയസ് പറഞ്ഞാൽ B ≠ 0. ഇനി B = 0 ആകുമ്പോൾ അതെന്തായിട്ട് മാറി, അത് ഹോമോജീനിയസ് എന്ന് പറയുന്ന കേസായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ കൺസിഡർ എ സിസ്റ്റം ഓഫ് m ലീനിയർ ഇക്വേഷൻ ഇൻ n അൺനോൺ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പരിഗണിക്കുന്ന എല്ലാം എന്താ, എല്ലാ അൺനോൺസിൻ്റെയും പവർ എന്തായിരിക്കും, 1 ആയിരിക്കും. പവർ 2 വരുന്ന ഇക്വേഷൻസ് ഒന്നും നമ്മളിവിടെ സോൾവ് ചെയ്യുന്നില്ല, എല്ലാം ലീനിയർ ഇക്വേഷൻസ് മാത്രമാണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ജനറൽ കേസിലേക്ക് എടുക്കുന്നു. ഞാനിപ്പോൾ നേരത്തെ ആ 3/3 മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, കോഎഫിഷ്യൻ്റ് മാട്രിക്സ് എക്സ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, എ എന്ന് പറഞ്ഞ മാട്രിക്സിനെയാണ് കോഎഫിഷ്യൻ്റ് മാട്രിക്സ് എന്ന് വിളിക്കുക. ഇതിനെയാണ് കോളം മാട്രിക്സ് ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ അൺനോൺസ് എന്ന് വിളിക്കും. ഇതിനെ കോളം മാട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഒക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന അൺനോൺസ്, ഇവിടെ ഇപ്പോൾ x1 x2 x3 എക്സെട്ര xn അൺനോൺസ് ആണുള്ളത്. അപ്പോൾ ആ അൺനോൺസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് ആ അൺനോൺസിന്റെ വാല്യൂ ഈ ഇക്വേഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്ന Ax = B എന്ന് പറയുന്ന സിസ്റ്റത്തിന് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് x = എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഇപ്പോൾ 1 2 3 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ കിട്ടാം. ഓക്കെ, ചില സമയത്ത് എന്ത് ചെയ്യണമെന്നില്ല, അതിന് സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ചില കേസിൽ ആ സിസ്റ്റത്തിന് എന്താവണമെന്നില്ല, സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x - y = 0. ഓക്കെ, അടുത്ത ഒരു ഇക്വേഷൻ 2x - 2y = 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു വിചാരിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് എന്താ, 2x - 2y = എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അത് x - y = 0, 2x - 2y = 1. ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും, 0 = സം 1 എന്നുള്ള രീതിയിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും. അതൊരു അബ്സർവ്ഡ് ആയ റിസൾട്ട് ആണ്. എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഇനി നമ്മൾ എവിടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാലും അവിടെ നിങ്ങൾ മീൻ ചെയ്യുന്ന എന്താണ്, Ax = B എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ആണ്. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷന് മെട്രിക്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത Ax = B എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മയുണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ എക്സിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
അത് ഒന്നായിക്കോട്ടെ ഒന്നിൽ കൂടുതലായിക്കോട്ടെ. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത്തരം സിസ്റ്റങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റന്റ് സിസ്റ്റം. ഓക്കെ, a system of equation has one or more solution, the equations are said to be consistent, otherwise it is said to be inconsistent. കൺസിസ്റ്റന്റ് അല്ലാത്ത അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലാത്ത നേരത്തെ നമ്മൾ കണ്ട പോലത്തെ കേസ്, ഇപ്പൊ ഇവിടെ കേസ് x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ വരുന്ന 2x മൈനസ് 2y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ആ ഇക്വേഷനിൽ എന്തില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പൊ അതെന്ത് സിസ്റ്റമാണ്? ഒരു ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ആണ്. സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തിന് കൺസിസ്റ്റന്റ് എന്നും സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻകൺസിസ്റ്റന്റ് എന്നും മെൻഷൻ ചെയ്യും. ഓക്കെ, ഇതായിട്ട് നമ്മൾ പറയുന്നത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐഡിയാസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക റാങ്ക് മെത്തേഡാണ്. ഓക്കെ, റാങ്ക് മെത്തേഡാണ് നമ്മളിവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് റാങ്ക്, എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് പിന്നെ വീണ്ടും ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് റാങ്ക് മെത്തേഡിലുള്ള നമ്മൾ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ അതിൻ്റെ ആവശ്യകതയുടെ ഒരു ബേസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന റാങ്ക് മെത്തേഡിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഓഗ്മെന്റഡ് മാട്രിക്സ്. എല്ലാവർക്കും അറിയുന്നതാണ് ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കോയിഫിഷ്യൻ മാട്രിക്സ്. അതായത് AX = B എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമ്മുടെ A എന്ന് പറയുന്ന കോയിഫിഷ്യൻ മാട്രിക്സും അതുപോലെ തന്നെ B എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മാട്രിക്സും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ആ കോളം ജസ്റ്റ് എയുടെ മെട്രിക്സിന്റെ കൂടെ ആ ലാസ്റ്റത്തെ B എന്ന് പറഞ്ഞ കോളം ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എഴുതി വെക്കുന്ന ആ ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓഗ്മെന്റഡ് മാട്രിക്സ്. ഓക്കെ, ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് മെത്തേഡിൽ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഗോസ് എലിമിനേഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പറഞ്ഞിരിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതുപോലെ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എക്കിലോൺ ഫോം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരം ഉണ്ടാവുമായിരിക്കും. കാരണം ഞാൻ അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനിലേക്ക് വരുന്നതിന് കുറച്ചും കൂടി വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം ഒക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കുറച്ച് കാര്യങ്ങൾ വരികയാണ്. നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻവോൾവ് ചെയ്തു, ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ AX = B എന്ന് ഓഗ്മെന്റഡ് മാട്രിക്സ് മാത്രം എടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാധനം എന്താ, എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് അവിടെ എക്സിന് കാര്യമായ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്തത്. നമ്മൾ ആ പണ്ട് പഠിച്ച മെത്തേഡുകൾ മൊത്തത്തിൽ ആലോചിക്കുക. രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ ഇക്വേഷന്റെ കോയിഫിഷ്യന്റ് സെയിം ആക്കുന്നതിനുള്ള ആ പ്രോസസ്സ് മൊത്തം മൈൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനും കാര്യങ്ങൾക്ക് നമുക്ക് എന്തേ ആവശ്യമുള്ളൂ, A എന്ന് പറയുന്ന മാട്രിക്സും B എന്ന് പറയുന്ന മാട്രിക്സും കൂടി ചേർന്നുണ്ടാക്കുന്ന ഓഗ്മെന്റഡ് മാട്രിക്സ് മാത്രമേ നമുക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളൂ. അതിന്റെ ആ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.